ഹായ്! പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും മെയ് 31-ാം തീയതി നമ്മളുടെ അഫ്ര രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇനി മെയ് 31 ആവാൻ അധികം ദിവസമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് അധികം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, കമൻസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ചോദിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ച് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അഫ്രയുടെ വെബ്സൈറ്റിൽ. അതേപോലെ തന്നെ IQRന്റെ പുതിയ പാത്ത് വേ ഉണ്ടല്ലോ, അത് April 23 തൊട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ ഒരു പാത്ത് വേ നോക്കാനായിട്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പുതിയതായിട്ട് ഇനി ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നമ്മൾ മെയിനായിട്ട് റിന്യൂവലിനെ പറ്റിയിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്ത സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ മാക്സിമം വീഡിയോ ചെയ്ത് നോക്കിയിട്ട്, പക്ഷെ അതും അത്ര ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിൽ കൊടുക്കാൻ ശ്രമിക്കാം, പക്ഷെ അത്ര ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ സമയം കളയേണ്ട വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഡൗട്ട് കൂടുതൽ പേർക്കും വരാനായിട്ടുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ April 9th ആ ഒരു സമയത്ത് അഫ്രയുടെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് റിന്യൂവലിനെ പറ്റിയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ഒരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പം അതിനകത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ലോഗിൻ ടു അഫ്ര കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നേരത്തെ നമുക്ക് യൂസർ നെയിം, അതായത് നമ്മളുടെ മെയിൽ ID പ്ലസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് അഫ്രയുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ലോഗിൻ ആകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളൊരു മൾട്ടി ഫാക്ടർ ഓത്തൻറ്റിക്കേറ്റർ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൾട്ടി ഫാക്ടർ ഓത്തൻറ്റിക്കേറ്റർ അതൊരു ആപ്പാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഐഫോണിലാണെങ്കിലും നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആക്സസ് കോഡ് വരും നമ്മളുടെ ഈ ഒരു ഒത്തൻറ്റിക്കേറ്റർ ആപ്പിലേക്ക്. ഇവിടെ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഫ്രയിൽ നമ്മൾ ഏത് മെയിൽ ID ആണോ കൊടുത്തേക്കുന്നത് ആ മെയിൽ ID തന്നെ വേണം നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്, നമ്മളുടെ ഒത്തൻറ്റിക്കേറ്ററിൽ വെക്കാനായിട്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോംപ്റ്റ് ഇതിലേക്ക് വരത്തുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുമ്പോൾ നമ്മളുടെ യൂസർ ID പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് വരും, ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് വരും. ആ ഒരു പാസ്വേഡും കൂടെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ലോഗിൻ പേജിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പേജ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വെൽക്കം, നമ്മളുടെ പേരൊക്കെ വെച്ചിട്ട് ആ ഒരു വെൽക്കം ടു അഫ്ര എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ രജിസ്ട്രേഷൻ ഈസ് ഡ്യൂ ടു ബി റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോംപ്റ്റ് അതിനകത്ത് കാണാം. ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു, ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജ് അവിടെ കാണാം. അപ്പോൾ അതിൽ പറയുന്നുണ്ടാവും 31st May 2025 നിങ്ങളുടെ രജിസ്ട്രേഷൻ എക്സ്പയർ ആവും, അതിൻ്റെ മുന്നേ റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ താഴെ മാനേജ് മൈ റിന്യൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വീണ്ടും പുതിയൊരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ കുറച്ച് റിന്യൂവൽ പോളിസി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടുതൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻ കോളംസ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. അങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ ഒരു പ്രൈവസി പോളിസി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, 3rd പേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് പോവുക. പിന്നെ വരുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്. അതായത് നമ്മുടെ പേര്, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്,
സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്. അതിലൊന്നും നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ടില്ല. വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പം നമുക്ക് മാറ്റാനുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഉറപ്പായിട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പം അതല്ല, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്രസ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മാക്സിമം സ്ക്രീൻഷോട്ട്സ് ഇവിടെ വെക്കാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പം നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. അതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എല്ലാം സേവ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പോവുക. പിന്നെ നെക്സ്റ്റ് പോകുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഒരു കറണ്ട് വർക്ക് പ്ലേസ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ വർക്ക് പ്ലേസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അതിനകത്ത് പുതിയതായിട്ട് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാം തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഇതിൽ ഡൗട്ട് വരാനായിട്ട് മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ CPD അവേഴ്സ് ആയിരിക്കും. അപ്പം അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ യെസ് ഓർ നോ കൊടുക്കാം. നോ എന്നാണ് നമ്മുടെ ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ CPDനെ പറ്റിയിട്ട് ബോധേഡ് ആവണ്ട. CPD അവേഴ്സ് നിങ്ങൾക്ക് റിക്വയർഡ് CPD അവേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ കൊടുത്താൽ മതി. പിന്നെ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഞാൻ പറഞ്ഞ പോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് ജോയിൻ ചെയ്യുന്ന അന്ന് തൊട്ട് നമ്മൾ കുറേ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള CPD അവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ യെസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ CPD പ്രൂവ് ചെയ്യാനുള്ള യാതൊരു ഡോക്യുമെന്റ്സും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കേട്ടിരിക്കുന്നത് അവരിങ്ങനെ റാൻഡംലി ചില പ്രൊഫൈൽസ് പിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് പേഴ്സണലി അവർ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള CPD അവേഴ്സ് കാണിക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് CPD ഒന്നും കാണിക്കേണ്ടതായിട്ടില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ജസ്റ്റ് ഇൻ കേസ് ഇവർ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റിയ രീതിയിൽ CPD അവേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. അപ്പം അതാണ് CPD അവേഴ്സിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കുറേ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ എത്ര അവേഴ്സ് ആണ് ചെയ്യുന്നത് വീക്ക്ലി, അപ്പോൾ അതൊക്കെ നമ്മൾ എത്രയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അടിച്ചു കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. എല്ലാം നെക്സ്റ്റ് ഒരു 8-10 പേജൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് നമ്മളുടെ ക്രിമിനൽ ഹിസ്റ്ററി ഒക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ലാസ്റ്റ് നമ്മൾ റിന്യൂ ചെയ്തപ്പോൾ തൊട്ടുള്ള ക്രിമിനൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ ബാൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ രജിസ്ട്രേഷൻ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ നോ അടിച്ചു കൊടുക്കുക. നമ്മൾ സ്റ്റിൽ പ്രാക്ടീസിങ് ആണല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെ അടിച്ചു കൊടുത്ത് പോവുക. അങ്ങനെ നമ്മൾ ആ ഒരു സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഒരു ഡിക്ലറേഷൻ പേജ് ഉണ്ട്. അപ്പോൾ അതിലൊരു 2 സ്ഥലമുണ്ട്, നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം വായിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജെന്യുവിൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിക്ലറേഷൻ പേജ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതെന്തോ ശരിയായില്ല, ലാപ്ടോപ്പിന് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം മൊബൈലിലല്ല ഞാൻ ചെയ്തത്, ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ, സോറി. ഇനിയും അത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ, കാരണം എൻ്റെ ഇപ്പോൾ ഓൾറെഡി റിന്യൂ ആയി. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക കേട്ടോ, ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് പേയ്മെൻറ്റിൻ്റെ പേജാണ്. ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ്. അപ്പം നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മളുടെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, സാധാരണ നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റിലത്തെ CVVയും കൂടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ $185 ആണ് കേട്ടോ അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പം തന്നെ ഒരു മെയിൽ വരും. അതിൻ്റെ ഇൻവോയ്സ് ആണ് ആ ഒരു മെയിലിൽ വരുന്നത്. ആ ഇൻവോയ്സ് വരും. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ഒരു വിതിൻ മിനിറ്റ്സ് തന്നെ അടുത്തൊരു മെയിൽ വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ റിസീവ് ആയെന്നോട്ട്. അങ്ങനെ ഒരു 3 മെയിൽ വരും തോന്നുന്നു. അടുത്തതിൽ വരും നിങ്ങളുടെ രജിസ്ട്രേഷൻ റിന്യൂ ആയെന്ന്. അപ്പം ഞാൻ അത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ചെയ്തൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മൺഡേയിലേക്കൊക്കെ ആവത്തുള്ളൂ എന്ന്. പക്ഷേ അന്ന് തന്നെ വന്നു, അപ്പം തന്നെ വന്നു. അപ്പം ഞാൻ വീണ്ടും അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും
പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിൽ നമുക്ക് 2026 മെയ് 31 വരെയുള്ള പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനകത്ത് വേറെ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇതിൽ മിക്കവർക്കും എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ വന്നത് ആ ഒരു മെയിൽ വന്നല്ലോ ഓത്തൻറ്റിക്കേറ്റർ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നിരിക്കണം കുറേ മെസ്സേജ് വന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നമ്മളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിന്നെ ഇങ്ങനെയുള്ള വർക്ക് പ്ലേസ്, ഇതൊക്കെ മാത്രമാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം അതിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ പേയ്മെന്റിന്റെ മുന്നേ. അപ്പോൾ അതൊന്നും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പേയ്മെന്റിലേക്ക് പോയിട്ട് പേയ്മെന്റ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വിതിൻ മിനിറ്റ്സ് നമുക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. പിന്നെ കുറച്ചെങ്കിലും പേർക്ക് പഴയ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടാവും. കാരണം നമ്മളൊരു 1 ഇയർ മുന്നേ ചെയ്തതാണല്ലോ ഈ കാര്യങ്ങൾ. അപ്പോൾ 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പക്ഷേ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. നമുക്ക് റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ മെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റീസെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിലിലോട്ട് തന്നെ ഒരു ലിങ്ക് അവർ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഓത്തൻറ്റിക്കേറ്ററിലേക്ക് ഒരു പാസ്വേഡ് പോകും, അല്ലെങ്കിൽ ഒരു 6 ഡിജിറ്റ് നമ്പർ, പിൻ നമ്പർ പോകും. അപ്പോൾ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും സോറി ചോദിക്കുവാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ക്ലിയർ ആവാത്തതിന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇറ്റ്. എനിക്കറിയുന്ന രീതിയിലുള്ള ആൻസേഴ്സ് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.